0 അല്ല. അപ്പോൾ ഇനീഷ്യൽ ടൈമിൽ എത്രയാണ് 5 എന്ന് പറഞ്ഞ പൊസിഷനാണ്. ഫൈൻ ദ ലൊക്കേഷൻ ഓഫ് ദ പാർട്ടിക്കൽ t = 5 സെക്കൻഡ്സ്. 5 സെക്കൻഡ്സ് വരെയുള്ള എന്ത് കണ്ടുപിടിക്കാൻ ആദ്യം ഡിസ്പ്ലേസ്മെൻറ്റ് നടത്തുക. ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കറിയാം ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഓഫ് വി ടി ഗ്രാഫാണ്. അപ്പോൾ ആദ്യം A1 കണ്ടെത്താം. A1 എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ 4. സോ അത് ഹാഫ് അല്ലേ, അപ്പോൾ അത് 2 ആക്കാം. സോ 2 ഇൻറ്റു ഇത് എത്ര 10, അപ്പോൾ 20. പിന്നെ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് അപ്പോൾ ഇതും കൂടി കൂട്ടണം 5 സെക്കൻഡ് വരെ. അപ്പോൾ അത് കൂട്ടുന്നില്ലെന്ന മൈനസ് ആണ് അല്ലേ, നമ്മൾ പറഞ്ഞാൽ അടിയിലുള്ളത് നമ്മൾ മൈനസ് എടുക്കാൻ. പിന്നെ അതിൻ്റെയോ ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു 5 ദാറ്റ് മീൻസ് 5/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, നമുക്ക് 35/2 കിട്ടും ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഫൈനൽ മൈനസ് എക്സ് ഇനീഷ്യൽ. എക്സ് ഇനീഷ്യൽ അവർ തന്നിട്ടുണ്ട് ടൈം t = 0 15 ആണ്. അപ്പോൾ നമ്മളോട് പൊസിഷനാണ് കണ്ടെത്താൻ പറയുന്നത്, ഫൈനൽ പൊസിഷൻ. സോ ഒരു 15 ആഡ് ചെയ്യുക. സോ 35/2 പ്ലസ് 15 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എക്സ് ഫൈനൽ കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 65/2. ഓക്കെ. ഇനി അടുത്ത മാക്സിമം എക്സ് കോർഡിനേറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. മാക്സിമം എക്സ് കോർഡിനേറ്റ്. അപ്പോൾ ഇത് നോക്കിയോ, ആദ്യം വെലോസിറ്റി എന്താണ്, വെലോസിറ്റി മെല്ലെ മെല്ലെ കൂടുന്നുണ്ട്. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ഒന്നുമല്ല, പക്ഷേ ഇവിടെ ആക്സലേഷൻ കോൺസ്റ്റൻറ്റ് ബിക്കോസ് സ്ലോപ്പ് കോൺസ്റ്റൻറ്റ്. പിന്നെ നോക്കി ഇവിടുന്ന് വെലോസിറ്റി കുറഞ്ഞു വരുന്നുണ്ട്, പക്ഷേ ആക്സലേഷൻ നെഗറ്റീവ് ആണ്. കുറഞ്ഞു ഓക്കെ ഇവിടം വരെ വരുന്നുണ്ട്. ഇവിടെ വെലോസിറ്റി പോസിറ്റീവ് ആയിരുന്നു, അതിനുശേഷം ഇവിടുന്ന് വെലോസിറ്റി നെഗറ്റീവായി. ദാറ്റ് മീൻസ് അയാൾ ടേൺ ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അയാൾ ഇനീഷ്യലി ടേൺ ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടം വരെ ടേൺ ചെയ്യുന്നതിന് മുമ്പേ ആയിരിക്കും ഇപ്പോൾ അയാൾ ഇത്ര നേരം പോയത് പോസിറ്റീവ് ഡയറക്ഷനിൽ. കാരണം എന്താ, അയാളുടെ വെലോസിറ്റി പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ അയാൾ പോസിറ്റീവ് ഡയറക്ഷൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഇവിടുന്ന് ടേൺ ചെയ്തു. അപ്പോൾ ടേൺ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പോയിന്റിലായിരിക്കും മാക്സിമം ആയിട്ടുള്ള എക്സ് കോർഡിനേറ്റ് ഉണ്ടാവുക. അപ്പോൾ ടേൺ ചെയ്യുമ്പം വരെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടെത്തുക. അതെന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ കണ്ടെത്തിയാൽ 20 ആണ്. ടേൺ ചെയ്യുമ്പോൾ വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് 20 ആണല്ലോ, ശരി. അപ്പോൾ ടേൺ ചെയ്യുമ്പോൾ വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് 20 ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഫൈനൽ മൈനസ് എക്സ് ഇനീഷ്യൽ, അത് പറഞ്ഞാൽ 15. അപ്പോൾ ആ ടേൺ ചെയ്യുന്ന വരെ ഉണ്ടാവുന്ന ആ ഒരു എക്സ് കോർഡിനേറ്റ് അതാണ് ഈ പറഞ്ഞ എക്സ് ഫൈനൽ, റൈറ്റ്. സോ ഈ 15 പ്ലസ് ഇത് ആഡ് ചെയ്താൽ 30 എന്ന് പറയാൻ പറ്റും, 35 എന്ന് പറയാൻ പറ്റും. അതാണ് ഏറ്റവും മാക്സിമം എക്സ് കോർഡിനേറ്റ്. ഓക്കെ. അടുത്ത നമുക്ക് അതൊരു ക്വസ്റ്റൻ ഉണ്ട്. വി ടി ഗ്രാഫ് വന്നിട്ട് ആക്സലേഷൻ കണ്ടെത്താൻ t = 2, t = 8. ആക്സലേഷൻ കണ്ടെത്താൻ എന്തെങ്കിലും സ്ലോപ്പോ, വി ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് t = 2 സെക്കൻഡ്സിൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ്. സോ 50/5 10. 8 സെക്കൻഡ്സിലാണെങ്കിൽ 8 സെക്കൻഡ്സ് എന്ന് വെച്ചാൽ ഇതിന് ശേഷം ഇവിടെ എങ്ങനെ ഇരിക്കും 8. ഇവിടെ നോക്കി സ്ലോപ്പ് 0 ആണ്. ദാറ്റ് മീൻസ് ഇവിടെ ആക്സലേഷൻ 0 ആണ്, റൈറ്റ്. അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം t = 10 സെക്കൻഡ്സ്. ഈ ഏരിയ തൊട്ട് ഈ ഏരിയ കൂട്ടാം. ഒന്നെങ്കിൽ നമുക്ക് ഈ ട്രയാങ്കിൾ ഏരിയ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ട്രപ്പീസിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു പാരൽ സൈഡ്സ്, ഇതിൻ്റെ പാരൽ സൈഡ് ഇതിൻ്റെ പാരൽ സൈഡ് a+b ഇൻറ്റു പാരൽ സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ. അത് വെച്ച് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് വളരെ സുഖമായിട്ട് കിട്ടും. ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണെങ്കിലോ ഈ ഒരു സംഭവം ഈ പറഞ്ഞ ആൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ മോഷൻ ചെയ്യുന്ന ഏതോ പാർട്ടിക്കിൾ, ആ പാർട്ടിക്കിൾ തിരിയുന്നുണ്ടോ, എവിടെയെങ്കിലും വെലോസിറ്റി നെഗറ്റീവ് ആകുന്നുണ്ടോ, ടേണിംഗ് പോയിന്റ് എന്ന സംഭവം ഇല്ല. അതുകൊണ്ട് ഇവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആയിരിക്കും. ഇനി ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡിസ്റ്റൻസ് കണ്ടെത്താൻ നമുക്കറിയാം എങ്ങനെയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് ഈ ഏരിയ കിട്ടുമ്പോൾ അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ചെയ്താൽ മതി. ആവറേജ് സ്പീഡ് ആണെങ്കിലും സെയിം മെത്തേഡ്, കാരണം ഇവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആണല്ലോ മാഗ്നിറ്റ്യൂഡ് വൈസ്. ആവറേജ് ആക്സലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 50 മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അയാൾ 0 അല്ലാണ് തുടങ്ങുന്നത്. സോ 0 ഡിവൈഡ് ബൈ എത്ര ടൈം ഉണ്ട്, 10. സോ നമുക്ക് പറയാൻ പറ്റും 5 എന്ന് പറയാൻ പറ്റും, റൈറ്റ്. ഇനി ഡ്രോ ആക്സലേഷൻ ടൈം ഗ്രാഫ്. ഇതിൻ്റെ കറസ്പോണ്ടിങ്, ഈ ഒരു ഗ്രാഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്സലേഷൻ ടൈം ഗ്രാഫ് വരക്കാം. സോ നമുക്ക് ആദ്യം ആക്സലേഷൻ ടൈം ഗ്രാഫ് വരക്കാം. ഇതാണ് നമ്മുടെ ആക്സലേഷൻ, ഇതാണ് നമ്മൾ ടൈം വിചാരിക്കാം. നോക്കിക്കോ 0 മുതൽ 5 സെക്കൻഡ് വരെ, 0 മുതൽ 5 സെക്കൻഡ് വരെ എന്താണ് പരിപാടി നമുക്ക് നോക്കാം. ഇത് കുറച്ചും കൂടി നീട്ടി വരക്കാം. 0 മുതൽ 5 സെക്കൻഡ് വരെ വെലോസിറ്റിയുടെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അതിൻ്റെ സ്ലോപ്പ് കോൺസ്റ്റൻറ്റ്, ദാറ്റ് മീൻസ് ആക്സലേഷൻ കോൺസ്റ്റൻറ്റാണ്. ഇനി ആക്സലേഷൻ്റെ വാല്യൂ എത്രയാണ് 0 മുതൽ 5 സെക്കൻഡ് വരെ, അതെന്ന് നമ്മളിപ്പോൾ കണ്ടെത്തിയുള്ളൂ 10 ആണ്. സോ 0 മുതൽ 5 സെക്കൻഡ് വരെ ആക്സലേഷൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്, ഇങ്ങനെയാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10 ആണ് എന്നുള്ള കാര്യം മനസ്സിലായി. ഓക്കെ. അതിന് ശേഷം 0-ന് ശേഷം ആക്സലേഷൻ കംപ്ലീറ്റ് 0 ആണ്. അപ്പോൾ 5-ന് ശേഷം ആക്സലേഷൻ 0 ആണ്. ഇത് വേറെ കളറിൽ ഡിനോട്ട് ചെയ്യാൻ തോന്നുന്നു. ആക്സലേഷൻ ഇതാ 0 ആണ്. എവിടം വരെ, ടൈം 10 സെക്കൻഡ് വരെ. ഇതാണ് ആക്സലേഷൻ ടൈം ഗ്രാഫ്. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് XT ഗ്രാഫ് വരച്ച് നോക്കാം. ഇനി XT ഗ്രാഫിന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം ഈ ചങ്ങായി എവിടെ നിന്ന് തുടങ്ങുന്നത്, ടൈം 0 എന്ന സമയത്ത് വെലോസിറ്റി 0 ആണ്, ശരി. ഇനി എവിടെ നിന്നാണ് തുടങ്ങുന്നത് പറഞ്ഞാൽ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഫ്രം ദി ഒറിജിൻ. അതുകൊണ്ട് നമ്മൾ എക്സ് ഒറിജിൻ എന്നാണ് തുടങ്ങുക എന്നുള്ള കാര്യം മനസ്സിലായി. ഇനിയോ ഇനീഷ്യലി അയാൾക്ക് വെലോസിറ്റി ഉണ്ടോ, ഇല്ല. വെലോസിറ്റി ഇല്ലാത്തത് കൊണ്ട് ഇനീഷ്യലി ഇയാൾക്ക് പ്രത്യേകിച്ച് സ്ലോപ്പും കാര്യങ്ങളും ഉണ്ടാവില്ല. ഇപ്പോൾ അഥവാ വെലോസിറ്റി ഉണ്ടെങ്കിൽ ഇനീഷ്യലി അയാളുടെ റെസ്റ്റിനാണ്, അയാൾക്ക് വെലോസിറ്റി ഉണ്ടെങ്കിൽ ഇങ്ങനെ തുടങ്ങും. പക്ഷേ ഇപ്രാവശ്യം ഇങ്ങനെ തുടങ്ങില്ല. കാരണം വെച്ചാൽ അയാൾക്ക് ഇനീഷ്യലി വെലോസിറ്റി ഇല്ല മീൻസ് XT ഗ്രാഫിന് സ്ലോപ്പ് ഇല്ലാന്ന് ഇനീഷ്യലി. അപ്പോൾ ഇങ്ങനെ തുടങ്ങാൻ പാടുള്ളൂ. ഇങ്ങനെ ഇവിടെ കുറച്ചൊന്ന് ചിരിച്ചിട്ട് ഇങ്ങനെ തുടങ്ങാൻ പാടുള്ളൂ. ഓക്കെ. അത് നമുക്ക് നോക്കാം. ഇനി
ഇനീഷ്യലി അയാളുടെ വെലോസിറ്റി മെല്ലെ മെല്ലെ കൂടി കൊടുക്കുന്നതിൽ അവിടെ ആക്സലേഷൻ പോസിറ്റീവാണ്. അപ്പോൾ ആക്സലേഷൻ പോസിറ്റീവാണെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ആദ്യം തുടങ്ങും, പിന്നെ ഇങ്ങനെ പോകും. അതുകൊണ്ടാണ് ഇവിടെ നോക്കി നോക്കും, വെലോസിറ്റി കൂടി വരുന്നുണ്ട്, സ്ലോപ്പ് കൂടുന്നുണ്ട്. പോരാനായിട്ട് വെലോസിറ്റി കൂടുന്നുണ്ടല്ലോ, ശരി. ഇനി ഇവിടെ ആക്സലേഷൻ്റെ വാല്യൂ പോസിറ്റീവാണ് ആക്ച്വലി വേണ്ടത്. ഇവിടെ ഈ ഒരു ഗ്രാഫിൽ പോസിറ്റീവാണെന്ന് അങ്ങനെ നമ്മൾ പറയാൻ പറ്റും. വെലോസിറ്റി ഒന്നാമത് കൂടുന്നുണ്ട്, ഓക്കെ ശരി. അപ്പോൾ വെലോസിറ്റി കൂടുന്നുണ്ടെങ്കിൽ ആക്സലേഷൻ വെലോസിറ്റിക്കും ഒരേ ഡയറക്ഷൻ ആയിരിക്കും. പോരാനായിട്ട് ഇവിടെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഡയറക്ഷൻ, കാരണം ഇവിടെ ഒരു സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്, റൈറ്റ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇവിടെ ആക്സലേഷൻ പോസിറ്റീവാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി എത്ര നേരം വരെയാണ് ഒരു യൂണിഫോം ആക്സലേഷൻ മോഷൻ? 0 മുതൽ 5 സെക്കൻഡ് വരെ ഒരു യൂണിഫോം ആക്സലേറ്റഡ് മോഷൻ. സോ ഇവിടെ 5 കിട്ടും. ഇനി അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് 0 മുതൽ 5 സെക്കൻഡ് വരെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? അതെന്ന് പറഞ്ഞാൽ ഈ A1 ആയിരിക്കും അല്ലേ. A1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതിന് ഹാഫ് ഇൻറ്റു 50, സോ അത് 25 ഓക്കെ. നമുക്ക് പറയാൻ പറ്റും ഇത് 125 ആണെന്ന് പറയാൻ പറ്റും, റൈറ്റ്. ഇനി 5 സെക്കൻഡിന് ശേഷം ആക്സലേഷൻ ഇല്ലാത്തൊരു മോഷനാണ്. ആക്സലേഷൻ ഇല്ലാത്ത മോഷൻ, ഇവിടെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് മീൻസ് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എക്സ് ടി ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും? ഇവിടെ സ്ലോപ്പ് കോൺസ്റ്റൻ്റ്, ബിക്കോസ് എക്സ് ടി ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് വെലോസിറ്റി. സോ വെലോസിറ്റി എക്സ് ടി ഗ്രാഫ് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, റൈറ്റ്. അത് എത്ര സെക്കൻഡ് വരെയാണ്? 10 സെക്കൻഡ് വരെ അങ്ങനെ തന്നെ ഉണ്ടാവും, ശരി. ഇനി വെലോസിറ്റി എന്താണ്? ഇവിടെ പോസിറ്റീവാണ്, അതുകൊണ്ടാണ് ഞാൻ പോസിറ്റീവ് സ്ലോപ്പ് ഉള്ളത് വരച്ചത്, ഓക്കെ. എല്ലാത്തിനും കാരണങ്ങൾ കറക്റ്റായി ഞാൻ പറയുന്നുണ്ട്. ഇനി ആ സമയം വരെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതെന്ന് പറഞ്ഞാൽ A2 ആണ്. A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ 5 × 50 എന്ന് പറഞ്ഞാൽ 250 ആണ്. 250 എക്സ്ട്രാ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇവിടുന്ന് 250 എക്സ്ട്രാ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ 125 250 കൂട്ടിക്കാൻ എത്ര കിട്ടും? 375 ആണ് വരാൻ, ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ട് ഗ്രാഫ്, എക്സ് ടി ഗ്രാഫും AT ഗ്രാഫും കറസ്പോണ്ടിങ് ആയിട്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പാർട്ടിക്കൽ സ്റ്റാർട്ടിങ് മൂവിങ് ഫ്രം x = 10 ആൻഡ് മൂവിങ് ഓൺ എക്സ് ആക്സിസ് ആണ്, ശരി. അപ്പോൾ അയാളുടെ പരിപാടി ഇതാ ഇങ്ങനെ പോകുന്നുണ്ട്, ഓക്കെ. എന്നുള്ള കണ്ടെത്താൻ പറയുന്നത് ആക്സലേഷൻ t = 1 സെക്കൻഡ്. ആക്സലേഷൻ കണ്ടെത്താൻ അറിയില്ല, നമുക്ക് അതിൻ്റെ സ്ലോപ്പ് കണ്ടെത്തിയാൽ പോരെ. AT ഗ്രാഫിൻ്റെ സ്ലോപ്പ് അതൊക്കെ നമുക്കറിയാം, ശരി. പിന്നെ എന്താണ് നടത്താണ്? ആവറേജ് വെലോസിറ്റി ഇട്ട ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ ടേണിംഗ് പോയിന്റ് ഉണ്ടോ? ഇവിടെ ടേണിംഗ് പോയിന്റ് ഇല്ല, കാരണം വെച്ചാൽ വെലോസിറ്റി 0 ആവുന്നുണ്ട്, പക്ഷേ വെലോസിറ്റി നെഗറ്റീവ് ആവുന്നുണ്ട്. സോ ടേണിംഗ് പോയിന്റ് ഇല്ല, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസും സെയിം ആണ്, ഓക്കെ. അതുകൊണ്ട് ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും സെയിം ആയിരിക്കും. ആവറേജ് ആക്സലേഷൻ ഫൈനൽ വെലോസിറ്റി ദാറ്റ് ഈസ് 0 മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ദാറ്റ് ഈസ് -10. സോ 0 - 10 ഡിവൈഡഡ് ബൈ എത്ര സെക്കൻഡ്? സോ നമുക്ക് പറയാൻ പറ്റും -5/2 എന്ന് പറയാൻ പറ്റും. അതൊക്കെ സിമ്പിൾ. ഇനി നമുക്ക് എക്സ് ടി ഗ്രാഫിലും വെലോസിറ്റി ടൈം ഗ്രാഫ് ആക്സലേഷൻ ടൈം ഗ്രാഫിലേക്ക് മാറ്റുമ്പോഴാണ് കുറച്ച് കളി വരുന്നത്, അല്ലേ. നമുക്ക് ആദ്യം ആക്സലേഷൻ ടൈം ഗ്രാഫും പരിപാടി നോക്കാം. ആക്സലേഷൻ ടൈം ഗ്രാഫ് അപ്പോൾ നോക്കിയോ, ഇനീഷ്യലായിട്ട് ഇവിടെ VT ഗ്രാഫ് സ്ലോപ്പ് കോൺസ്റ്റൻറ്റ്, ദാറ്റ് മീൻസ് ആക്സലേഷൻ കോൺസ്റ്റൻറ്റ് 0 മുതൽ 2 സെക്കൻഡ്സ് വരെ. ഇനി ആക്സലേഷൻ എത്രയാണ്? ആക്സലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ലോപ്പ്, ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് സൈഡ് ദാറ്റ് ഈസ് 10/2 ദാറ്റ് ഈസ് 10/2 5. അത് പോസിറ്റീവ് സ്ലോപ്പ് ആയതുകൊണ്ട് 2 സെക്കൻഡ് വരെ 5 ആയിരിക്കും. അതിനുശേഷമോ ആക്സലേഷൻ എന്ന് പറയുന്ന സാധനമേ ഇല്ല. എത്ര സെക്കൻഡ് വരെ? 4 സെക്കൻഡ് വരെ ആക്സലേഷൻ എന്ന് പറയുന്ന സാധനമേ ഇല്ല, കാരണം വെച്ചാൽ ഇവിടെ വെലോസിറ്റി കോൺസ്റ്റൻറ്റാണ്, അല്ലെങ്കിൽ സ്ലോപ്പ് 0 ഈ VT ഗ്രാഫിൽ. ഇനി 4 സെക്കൻഡിന് ശേഷം ആക്സലേഷൻ ഉണ്ട്, റൈറ്റ്, ബിക്കോസ് ഇത് പക്ഷേ ആക്സലേഷൻ കോൺസ്റ്റൻ്റ് ആണ്, കാരണം വെച്ചാൽ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ആ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണ്, ഓക്കെ. അത് പക്ഷേ നെഗറ്റീവ് ഡയറക്ഷൻ, കാരണം സ്ലോപ്പ് നെഗറ്റീവ് ആണ്. ഇനി അതിൻ്റെ വാല്യൂ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ദാറ്റ് ഈസ് 20 ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ് ദാറ്റ് ഈസ് 2. സോ -10 മൈനസ് എന്തുകൊണ്ട് നെഗറ്റീവ് ആയിരുന്നു സ്ലോപ്പ്. അപ്പം 4 സെക്കൻഡിന് ശേഷം -10 ഇങ്ങനെ പോകും. 4 സെക്കൻഡിന് ശേഷം -10, ഇത് ഈ ഒരു കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ -10 ആണ്. അതിൻ്റെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണെങ്കിൽ ഇതാണ് ആക്സലേഷൻ ടൈം ഗ്രാഫ്, ഓക്കെ. അപ്പോൾ ആക്സലേഷൻ ടൈം ഗ്രാഫ് കിട്ടി. ഇനി എക്സ് ടി ഗ്രാഫ് നോക്കാം. അപ്പോൾ എക്സ് ടി ഗ്രാഫ് നമുക്ക് ആദ്യം വരക്കാം. സോ എക്സ് ടി ഗ്രാഫിൽ എവിടെ നിന്നാണ് തുടങ്ങുന്നത് നമുക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്? x = 10 എന്നാണ് തുടക്കം, ശരി. x = 10 എന്നാണ് തുടക്കം വിചാരിച്ചോട്ടെ, 10 ഇവിടെ നിന്നാണ് തുടക്കം. ഇനി അത് ആദ്യം വെലോസിറ്റി ഉണ്ടോ ഇല്ലയോ? ആദ്യം ആക്ച്വലി വെലോസിറ്റി ഉണ്ട്, ആദ്യം ബ്രസ്റ്റ് നല്ല തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആദ്യം തന്നെ എന്തുണ്ടാവണം? നമ്മൾ നേരത്തെ ഇങ്ങനെയാണ് വരച്ചത്, അങ്ങനെ പാടില്ല, കാരണം റെസ്റ്റിലല്ല. അപ്പോൾ ആദ്യം തന്നെ ഒരു ഇനീഷ്യൽ സ്ലോപ്പ് ഉണ്ടാവും, കാരണം എക്സ് ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് വെലോസിറ്റി, അപ്പോൾ ആദ്യം തന്നെ ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. ഇനി ആദ്യം പോസിറ്റീവ് ആക്സലേഷൻ, കാരണം സ്ലോപ്പ് പോസിറ്റീവ്, സോ പോസിറ്റീവ് ആക്സലേഷൻ മോഷനാണ് എത്ര വരെ? 2 സെക്കൻഡ് വരെ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവാം, ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ പോകും. എത്ര സെക്കൻഡ് വരുന്നത്? 2 സെക്കൻഡ് കേട്ടോ, 2 സെക്കൻഡ് വരെ, റൈറ്റ്. ഇനി ഇവിടെ നോക്കിക്കോ, വെലോസിറ്റി പോസിറ്റീവ് ആണ്, ബിക്കോസ് പോസിറ്റീവ് സ്ലോപ്പ്, വെലോസിറ്റി കൂടുന്നുണ്ട്. സോ ആക്സലേഷൻ വെലോസിറ്റി സെയിം ഡയറക്ഷൻ, ആക്സലേഷൻ പോസിറ്റീവ് ആണ്, ശരി. ഇനി ഇവിടെയുള്ള എക്സ് എത്രയാണ്? ആ ഒരു A1 എന്ന് പറഞ്ഞാൽ അത് ആ ഏരിയ, A1 എന്ന് പറഞ്ഞാൽ ഏരിയ എങ്ങനെ കണ്ടെത്തും? നമ്മൾ ഈ ടോട്ടൽ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അല്ലെ പോട്ടെ, എങ്ങനെയാണ് ടോട്ടൽ ട്രപ്പീസിൻ്റെ ഏരിയ കണ്ടെത്തുക, എന്നിട്ട് ഇതിൻ്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും.
ഓക്കെ, ആ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എന്തുമായിട്ട് ആഡ് ചെയ്യണം? 10 ആഡ് ചെയ്യണം. കാരണം 10 നിന്നാണ് ഇനി ഡിസ്പ്ലേസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് 10 ആഡ് ചെയ്യണം. കാരണം കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് 0 മുതൽ തുടങ്ങുന്നത്. അതുകൊണ്ട് കോർഡിനേറ്റ് സിസ്റ്റം നോക്കുന്ന സമയത്ത് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ആയിരിക്കും ഇപ്പം കിട്ടുന്ന ഈ ഒരു ഏരിയ. ആ ഏരിയ 10 ആഡ് ചെയ്യണം. അത് എത്രയായിരുന്നു? ഇപ്പോൾ വെറുതെ സമയം വേസ്റ്റ് ആക്കുന്നില്ല, 40 ആണ്. ഓക്കെ, ഇനി 2 സെക്കൻഡ് 4 സെക്കൻഡിന് ശേഷം വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. കാരണം വെലോസിറ്റി കോൺസ്റ്റൻ്റ്. സോ ദാറ്റ് മീൻസ് ദാറ്റ് മീൻസ് എക്സ് ടി ഗ്രാഫ് കോൺസ്റ്റൻ്റ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. കാരണം സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആവും, കാരണം വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആവും. സോ 4 സെക്കൻഡ് വരെ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, പോസിറ്റീവാണ്, കാരണം വെലോസിറ്റി പോസിറ്റീവ് ആയതുകൊണ്ട്. ശരി, ഇനി ഇതിൻ്റെ ഇത് A2 ഇവിടുന്ന് 40 നിന്ന് ഇനി A2, കാരണം ആ ഏരിയ വരെ അല്ല. അപ്പോൾ എക്സ്ട്രാ ഡിസ്പ്ലേസ്മെൻറ്റ് 40 എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് ആവും? ഇത് 2 ഇൻറ്റു 2 എത്രയാണ്? 20. സോ 40. ഇവിടുന്ന് 40 ഇനി ഡിസ്പ്ലേസ്മെൻറ്റ്, അപ്പം ഇവിടെ 80 ആവും. കറക്റ്റാണ്. ഇനി ഇവിടുന്ന് ശേഷം എന്തായി? വെലോസിറ്റി കുറയാൻ തുടങ്ങി. പക്ഷേ എന്ന് വെച്ചിട്ടോ ആക്സലേഷൻ നെഗറ്റീവായി. അപ്പോൾ ഇനി വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ല, ഇനി കുറയാൻ തുടങ്ങി. വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ നമുക്ക് എക്സ് ടി ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ ആയിട്ടല്ല വരക്കണ്ടേ. അത് മാത്രമല്ല വെലോസിറ്റി കുറയുന്നുണ്ട്, അത് മാത്രമല്ല ആക്സലേഷൻ നെഗറ്റീവാണ്. അപ്പോൾ ആക്സലേഷൻ നെഗറ്റീവാണ് നമ്മൾ ദുഃഖി വല ഗ്രാഫ്. അങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാവുക. കാരണം വെച്ചാൽ വെലോസിറ്റി മെല്ലെ 0യിലേക്കാണ് പോകുന്നത്. വെലോസിറ്റി കണ്ടോ ഇവിടെ 0 ആയി, റൈറ്റ്. സോ ആ ഒരു പോയിന്റിൽ 6 എന്ന് പറഞ്ഞ സെക്കൻഡിൽ വെലോസിറ്റി 0 ആയിട്ടുണ്ട്. കാരണം ഇവിടെ സ്ലോപ്പ് 0, സോ എക്സ് ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് 0, ദാറ്റ് മീൻസ് വെലോസിറ്റി 0. ഓക്കെ, ദാറ്റ് ഈസ് കറക്റ്റ്. ഇനി ഇവിടെ നോക്കിക്കോ, വെലോസിറ്റി മെല്ലെ കുറയുന്നു, കാരണം സ്ലോപ്പ് കുറയുന്നുണ്ട്. ശരി, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് ഡയറക്ഷൻ, കാരണം സ്ലോപ്പ് പോസിറ്റീവാണ്. സോ വെലോസിറ്റി കുറയുന്നുണ്ടെങ്കിൽ വെലോസിറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആക്സിലേഷൻ, സോ ആക്സിലേഷൻ നെഗറ്റീവാണ്. സോ നമ്മൾ വരച്ച ഗ്രാഫ് കംപ്ലീറ്റ്ലി കറക്റ്റാണ്. ഇനി ഈ പറഞ്ഞ എക്സ് എന്ന് പറഞ്ഞ പോയിന്റ് എത്രയാണെന്ന് അറിയണം. അപ്പോൾ 80 നിന്ന് എത്ര ഡിസ്പ്ലേസ് ആയിട്ടുണ്ട്? അപ്പോൾ 4 to 2 സെക്കൻഡ് എത്ര? ഈ ഒരു ഏരിയ അല്ല, ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 into half, സോ അത് 1 ആയി. 1 into 20, സോ 20. സോ ഇവിടുന്ന് 20 മീറ്റർ ഡിസ്പ്ലേസ് ആയി. സോ ഇവിടെ 100 കറക്റ്റാണ്. അപ്പോൾ ഈ ഗ്രാഫ് കറക്റ്റാണ്. ഇനി നമുക്ക് ടോട്ടൽ ഡിസ്പ്ലേസ് നോക്കിക്കോ. 10 എന്നാണ് മൂപ്പർ തുടങ്ങിയത്. 100 - 10 90. ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് എല്ലാം പ്രസ്തുതീകരിച്ചിട്ട് ഇങ്ങനെയാണ് ഗ്രാഫ് വരക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ പാർട്ടിക്കൽ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ഫ്രം ഒറിജിൻ ഹാവിംഗ് ആക്സലേഷൻ 10 meter/second. അതിൻ്റെ ആക്സലേഷൻ വി ടി ഗ്രാഫ് ഒക്കെ. ആദ്യം നമുക്ക് ആക്സലേഷൻ ടൈം ഗ്രാഫ് വരച്ച് നോക്കാം. ആക്സലറേഷൻ ടൈം ഗ്രാഫ്. ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് 10 meter/second പോലും. ഓക്കെ, കംപ്ലീറ്റ് 0 മുതൽ 10 സെക്കൻഡ്സ് വരെ. അപ്പോൾ നമുക്ക് ഇതാണ് 10, 0 മുതൽ 10 സെക്കൻഡ് വരെ ഇത് തന്നെ. ഇത്ര. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കണം. വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് വരക്കാം. ഇപ്പോൾ വെലോസിറ്റി ഇവിടെ റെസ്റ്റ് മുതൽ തുടങ്ങും. സോ ഇനീഷ്യൽ വെലോസിറ്റി 0 തുടങ്ങും. പിന്നെ നമുക്കറിയാം എന്താണ് കോൺസ്റ്റൻറ്റ് ആക്സലേഷൻ. സോ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും, കാരണം ഇതിൻ്റെ സ്ലോപ്പാണ് ആക്സലേഷൻ. സോ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ്. സോ ആക്സലേഷൻ കോൺസ്റ്റൻറ്റ് അത് വരുന്നുണ്ട് കറക്റ്റായിട്ട്. സോ ഇങ്ങനെയാണ് വരേണ്ടത്, റൈറ്റ്. ഇനി നമുക്ക് എങ്ങനെ വരക്കേണ്ടത്? ഇടം വരെയാണ് 10 meter/second, റൈറ്റ്. സോ 10 seconds വരെ അല്ലേ. അപ്പോൾ ഈ ഒരു ഇത് എത്രയാണെന്ന് ഡൗട്ട് ഉണ്ടാവും അല്ലേ. അങ്ങനെ ആയിട്ടാണ് ഇതിൻ്റെ സ്ലോപ്പ് എത്ര വേണം? ഇതിൻ്റെ സ്ലോപ്പ് ആക്ച്വലി 10 വേണം, കാരണം വി ടി ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് ആക്സലേഷൻ. സോ ഇതിൻ്റെ സ്ലോപ്പ് 10 വേണമെങ്കിൽ നോക്കിക്കോ, ഞാൻ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ tan θ, ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എക്സ് അറിഞ്ഞുകൂടാ, ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ 10 ഈസ് ഈക്വൽ ടു ആക്ച്വലി എത്ര വേണം? അത് 10 വേണം. സോ എക്സ് എന്ന് പറഞ്ഞാൽ 100 കിട്ടും. സോ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് 100 ആണ് എന്നുള്ള കാര്യം കിട്ടി, റൈറ്റ്. ഇനി എക്സ് ടി ഗ്രാഫ് വേണം. എക്സ് ടി ഗ്രാഫ് വേണമെങ്കിൽ വരച്ചോളി. എക്സ് ടി ഗ്രാഫ്. ഇനീഷ്യലി വെലോസിറ്റി ഉണ്ടോ? ഇനീഷ്യലി വെലോസിറ്റി ഇല്ല. ഇനി എവിടെ നിന്ന് തുടങ്ങുന്നത്? സ്റ്റാർട്ടിങ് ഫ്രം ഒറിജിൻ. ഓക്കെ, ഒറിജിൻ നിന്നാണ് തുടങ്ങുന്നത്, മനസ്സിലായി. ഇനീഷ്യലി റെസ്റ്റിലാണുള്ളത്. ദാറ്റ് മീൻസ് എക്സ് ടി ഗ്രാഫിന് ഇനീഷ്യലി ഒരു സ്ലോപ്പും ഇല്ല, ഇങ്ങനെ തുടങ്ങും. ഇനി യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ ആയതുകൊണ്ട് ഇങ്ങനെ പോകും, ചങ്ങായി ഇങ്ങനെ പോകും, റൈറ്റ്. ഇവിടെ നോക്കിയൊക്കെ വെലോസിറ്റി മെല്ലെ കൂടുന്നുണ്ട്. വെലോസിറ്റി ഡയറക്ഷൻ പോസിറ്റീവാണ്. സോ ആക്സിലേഷനും പോസിറ്റീവാണ്, കാരണം രണ്ടുപേരും ഒരേ ഡയറക്ഷനാണ് സ്പീഡപ്പ് ആവുന്നത്. ഇനി ഈ ഒരു പോയിന്റ് ഇത് 10 സെക്കൻഡ് വരെ. അപ്പോൾ 10 സെക്കൻഡ് ഉണ്ടാകുന്ന ഈ ഒരു പോയിന്റ് എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ 10 സെക്കൻഡ് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് അറിയണം. അപ്പോൾ ഈ വി ടി ഗ്രാഫിൻ്റെ ഉള്ളിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടെത്തിയാൽ പോരെ. വി ടി ഗ്രാഫിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ്? 1/2 × 10. സോ അത് 5 ആയി. 5 × 100 500. സോ ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ 500 ആണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് 0 മുതലാണ്. സോ 0 + 500 500 തന്നെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ പാർട്ടിക്കൽ സ്റ്റാർട്ട് ഫ്രം മോഷൻ. ഓക്കെ, വിത്ത് വെലോസിറ്റി 10 meter/second ഫ്രം ഒറിജിൻ ഹാവിംഗ് ആക്സലേഷൻ. അപ്പോൾ ആദ്യം ആക്സലേഷൻ ടി ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ട് തന്നെ 20 സെക്കൻഡ് വരെ കോൺസ്റ്റൻറ്റ് ആക്സലേഷൻ. വി ടി ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി എത്ര? 10 meter/second. അതുകൊണ്ട് 10 meter/second തുടങ്ങുന്നത്. ഇനി ആക്സലേഷൻ കോൺസ്റ്റൻറ്റ് ആയതുകൊണ്ട് വി ടി ഗ്രാഫ് എന്തായിരിക്കും? അതൊരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. സ്ട്രേറ്റ് ലൈൻ്റെ സ്ലോപ്പ് കോൺസ്റ്റൻറ്റ്, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആക്സലേഷൻ. സോ ആക്സലേഷൻ കോൺസ്റ്റൻറ്റ്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ശരി, പോയി 10 സെക്കൻഡ് വരെ. ഇനി ഈ പറഞ്ഞ പോയിന്റ് എത്രയാണെന്ന് അറിയണം. അത് നമ്മളിപ്പോൾ 210 എങ്ങനെ കണ്ടെത്തിയെന്ന് നമുക്ക് നോക്കണം അല്ലേ. അത് പറഞ്ഞ്, പക്ഷേ ഇതിൻ്റെ സ്ലോപ്പ് എത്ര കിട്ടണം? അത് 20 കിട്ടണം സ്ലോപ്പ്. സോ നമുക്ക് പറയാൻ പറ്റും ഓപ്പോസിറ്റ് സൈഡ്, അത് അറിഞ്ഞുകൂടാ. എക്സ് ഡിവൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ്, ദാറ്റ് ഈസ് 10. അത് എത്ര കിട്ടണം? 20 കിട്ടണം. സോ എക്സ് എന്ന് പറഞ്ഞാൽ
200 എന്ന് കിട്ടും. അതെന്ന് പറഞ്ഞാൽ എക്സ് 200, പക്ഷേ കോർഡിനേറ്റ് വൈസ് 0 മുതലാണ് തുടങ്ങാൻ. സോ 10 + 200 210, അതാണ് 210. അല്ലാണ്ട് ഇവിടെ 200 കൊടുക്കാൻ പാടില്ല. 200 ഈ ഒരു ഡിസ്റ്റൻസ് ആണ്, പക്ഷേ 0 മുതലാണ് തുടങ്ങുന്നത്. അപ്പം 10 കൂടി കൂട്ടണം. ഇനി എക്സ് ടി ഗ്രാഫ് ഒറിജിനിൽ തുടങ്ങുന്നത് ശരി ഇനീഷ്യലായിട്ട് വെലോസിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇനീഷ്യലായിട്ട് നമ്മൾ ഇങ്ങനെ വരക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി വെലോസിറ്റി ഉണ്ട്. അതുകൊണ്ട് ഒരു സ്ലോപ്പ് ഇനീഷ്യലി 0 വേണം. പിന്നെ ഇങ്ങനെ വരച്ച് തുടങ്ങി ഇവിടെ പോയി. ബിക്കോസ് വെലോസിറ്റി കൂടുന്നുണ്ട്. അതുമാത്രം ആക്സലേഷനും പോസിറ്റീവാണ്. ബിക്കോസ് വെലോസിറ്റി കൂടുന്നുണ്ട്, വെലോസിറ്റി പോസിറ്റീവാണ്. അതുകൊണ്ട് വെലോസിറ്റി കൂടുന്നുണ്ടെങ്കിൽ ആക്സലേഷനും സെയിം ഡയറക്ഷൻ പോസിറ്റീവ് തന്നെ ആവണ്ടേ. ഇനി ഈ പറഞ്ഞ ഏരിയ, അത് ഫസ്റ്റത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടെത്താൻ, ഈ ഏരിയ കണ്ടെത്താൻ അത് 0 ആയിട്ട് ആഡ് ചെയ്യുക. അതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, വെലോസിറ്റി 50 m/s തുടങ്ങുന്നുണ്ട്. ഒറിജിൻ ആണ് തുടങ്ങുന്നത്. ഹാവിങ് ആക്സലേഷൻ -10 m/s. ആക്സലേഷൻ ടി ഗ്രാഫ് വളരെ സിമ്പിളാണ്. വി ടി ഗ്രാഫ് ഇനീഷ്യലി 50 m/s ആണ്. ശരി, നല്ല കാര്യം. പിന്നെയാണോ ആക്സലേഷൻ -10 ആണ്. സോ വി ടി ഒന്നാമത് സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആയിരിക്കും വി ടി ഗ്രാഫിന്, ബിക്കോസ് ആക്സലേഷൻ കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ആക്സലേഷൻ നെഗറ്റീവ് ആയതുകൊണ്ട് സ്ലോപ്പ് നെഗറ്റീവ് ആണ്. സോ സ്ലോപ്പ് നെഗറ്റീവായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് 5 സെക്കൻഡ് വരെ. ശരി, ഇനി ഇത് -10 സെക്കൻഡ് ആയതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് വരച്ചത്. കാരണം വെച്ചാൽ ആദ്യം 50 m/s ഉണ്ട്, -10 m/s ആണ് ആക്സലേഷൻ. സോ 5 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് 0 ആവും അല്ലേ. ഓരോ സെക്കൻഡിൽ 10 മീറ്റർ കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ 5 സെക്കൻഡ് 0 ആവുന്നത് നമുക്കറിയാം. ഇതെങ്ങനെയാണ് ഇവിടെ 0 ആവുന്ന ഡൗട്ട് ഉണ്ടാവും. ഒന്നെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഈ ഗ്രാഫിൽ ഇങ്ങനെ വരച്ച് നോക്കാൻ, എന്നിട്ട് ഏതാണ് ആ സെക്കൻഡ് നമ്മൾ അറിഞ്ഞിരിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു എക്സ് കോർഡിനേറ്റ് എത്രയാണെന്ന് അറിഞ്ഞിരിക്കാൻ. എന്നാലും നമുക്കത് 0 ആണ് കിട്ടാൻ. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഏരിയ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കിനി എക്സ് ടി ഗ്രാഫ് വളരെ സിമ്പിളായിട്ട് വരക്കാൻ പറ്റും. എക്സ് ടി ഗ്രാഫ് ഇത് യൂണിഫോംലി ഡീസലറേറ്റഡ് അല്ലേ, -10 m/s അതുകൊണ്ട് നമ്മൾ ദുഃഖീവാല ഗ്രാഫ്. ഇനീഷ്യലി വെലോസിറ്റി ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെ വരച്ച്. പിന്നെ ദുഃഖീവാല ഗ്രാഫ് ഇവിടെ നോക്കി മെല്ലെ വെലോസിറ്റി കുറയുന്നുണ്ട്, പക്ഷേ വെലോസിറ്റി പോസിറ്റീവാണ്. സോ വെലോസിറ്റി കുറയുന്നുണ്ടെങ്കിൽ ആക്സലേഷൻ നെഗറ്റീവാണ്. അതൊക്കെ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ നിർത്തുന്നുണ്ട് വെലോസിറ്റി, ബിക്കോസ് ആ ഒരു വെലോസിറ്റി 5 സെക്കൻഡിൽ വെലോസിറ്റി 0 ആണല്ലോ. അപ്പോൾ അവിടെ സ്ലോപ്പ് 0, വെലോസിറ്റി 0, കറക്റ്റ് എല്ലാം കറക്റ്റാണ്. അടുത്ത പാർട്ടിക്കൽ സ്റ്റാർട്ട് വിത്ത് വെലോസിറ്റി 60 m/s ഒറിജിൻ ആണ്. ആക്സലേഷൻ ടി ഗ്രാഫ് -10 സിമ്പിൾ. വേറെന്താ വേണ്ടത്? വെലോസിറ്റി 60 m/s ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരക്കും. നെഗറ്റീവ് ആക്സലേഷൻ ആയതുകൊണ്ട് നെഗറ്റീവ് സ്ലോപ്പ് വരക്കണം. കോൺസ്റ്റൻറ്റ് സ്ലോപ്പ് സ്ട്രൈറ്റ് ലൈനാണ് വേണ്ടത്, ബിക്കോസ് ആക്സലേഷൻ കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ഇങ്ങനെ പോയി 6 സെക്കൻഡ്സ് 0 ആവും, ബിക്കോസ് -10 ആണ് വരുന്നത്. സോ 6 സെക്കൻഡ്സ് 0 ആവും. പിന്നെ ഇവിടെ 10 സെക്കൻഡ്സ് ഉണ്ട്. സോ 10 സെക്കൻഡ് വരെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ 10 സെക്കൻഡ് ആ സമയത്ത് ഈ പറഞ്ഞ ലെഫ്റ്റ് കോർഡിനേറ്റ് എത്രയാണെന്ന് അറിയണം. ഒന്നെങ്കിൽ ഇത് തീറ്റ എടുത്തിട്ട് നമ്മൾ നോർമൽ ടാൻ തീറ്റ അല്ലെങ്കിൽ സ്ലോപ്പ് -10 ആണ് ഇക്വേറ്റ് ചെയ്ത് ഈ ഒരു വരാൻ എടുത്താം. അല്ലെങ്കിൽ ചിന്തിച്ചൂടെ, എന്താണ് 60 ആണ് ആദ്യം ഉണ്ടായത്, -10 ആണ് നമ്മളിത് എന്താണ് ആക്സലേഷൻ ഡീസലറേഷൻ എന്ന് പറയാം അല്ലേ. 6 സെക്കൻഡ്സിലാവുമ്പോൾ 0 ആവും. പിന്നെ എന്താവും, പിന്നെ 7th സെക്കൻഡിലാവുമ്പോൾ 10 ആവും. 8th സെക്കൻഡിലാവുമ്പോൾ എന്താണ് 20 ആവും. 9th സെക്കൻഡിലാവുമ്പോൾ 30 ആവും. 10th സെക്കൻഡിലാവുമ്പോൾ 40 ആവും. മെല്ലെ കൂടി വരും, കാരണം ഇവിടുന്ന് ടേണിംഗ് പോയിൻ്റ് ആണ്. പിന്നെ വെലോസിറ്റി അങ്ങോട്ട് കൂടുകയാണ്, ബിക്കോസ് വെലോസിറ്റി സെയിം ഡയറക്ഷൻ, ആക്സലേഷൻ സെയിം ഡയറക്ഷൻ കൂടും അല്ലേ. അപ്പോൾ ഇവിടെ -40 എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ശരി, ഇനി എന്താണ്, നമുക്ക് എക്സ് ടി ഗ്രാഫാണ് വേണ്ടത്. എക്സ് ടി ഗ്രാഫ് വരച്ചോളി. ആദ്യം ഇനീഷ്യലി വെലോസിറ്റി ഉള്ളതായിട്ട് നമ്മളിങ്ങനെ കാണിക്കുന്ന, കാരണം ആദ്യം വെലോസിറ്റി ഉണ്ടല്ലോ. അപ്പോൾ സ്ലോപ്പ് ഉണ്ട് ഓൾറെഡി തന്നെ ഇനീഷ്യൽ 0-ൽ. പിന്നെ കുറയും, കാരണം ദുഃഖീവാല ഗ്രാഫ് കാരണം കുറയുന്നുണ്ട്. ഇവിടെ വെലോസിറ്റി കുറയുന്നുണ്ട് മീൻസ് വെലോസിറ്റി ഓൾറെഡി പോസിറ്റീവ് ആണ്, ബിക്കോസ് സ്ലോപ്പ് പോസിറ്റീവ് ആണ്. വെലോസിറ്റി കുറയുന്നുണ്ട്, ദാറ്റ് മീൻസ് ആക്സലേഷൻ നെഗറ്റീവ് ആണ്. സോ അത് ഡിനോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് എവിടെയാണ് വെലോസിറ്റി 0 ആണ്, ആ പോയിന്റിൽ നിന്ന് 0 ആവുന്നുണ്ടെങ്കിൽ അവിടെ വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് അത് 0 എന്ന് ആഡ് ചെയ്താൽ നമുക്ക് ഇവിടെ കിട്ടും, റൈറ്റ്. പിന്നെ വെലോസിറ്റി, പിന്നെ ഈ ഒരു പോയിന്റിന് ശേഷം എന്തായി, വെലോസിറ്റി കൂടാൻ തുടങ്ങി, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വരച്ചത്. ഓക്കെ, കാരണം വെച്ചാൽ ഇവിടുത്തെ സ്ലോപ്പ് നെഗറ്റീവാണ്. സോ വെലോസിറ്റി നെഗറ്റീവാണ് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, റൈറ്റ്. പിന്നെ ഈ ഒരു പോയിന്റിൽ നിർത്തിയിട്ടുള്ളത്, ആ പോയിന്റിൻ്റെ ആ പോയിന്റ് ഏതാ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ A2 ഉണ്ടല്ലോ, ഈ A2, ഈ പോയിന്റ് 100 എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടാവും അല്ലേ. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എത്രയാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, നമുക്ക് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര കിട്ടിയ 100 ആണല്ലോ. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് 100 ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ പോയിന്റ് മൈനസ് ഫൈനൽ പോയിന്റ്, ഇതാണ് ഫൈനൽ പോയിന്റ്, റൈറ്റ്. ഇനീഷ്യൽ പോയിന്റ് മൈനസ് ഫൈനൽ പോയിന്റിൻ്റെ ആ ഡിസ്റ്റൻസ് എത്ര കിട്ടണം, 100 കിട്ടണം. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓ ഇത് 100 ആവണം എന്ന് മനസ്സിലായി. ഇത് ഏത് പോയിൻ്റാണെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ ഇനീഷ്യൽ പോയിന്റ് ഇതാണ്, ഫൈനൽ പോയിന്റ് ഇതാണ്. അപ്പോൾ അത് നമ്മുടെ ഡിസ്റ്റൻസ് 100 ആവണം, അതുകൊണ്ടാണ് അത് 100 ഞാൻ ഉറപ്പിച്ചത്. ഓക്കെ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വളരെ സിമിലർ തന്നെയാണ്. നമ്മൾ ഇത്ര നേരം പഠിച്ച ഈ പറഞ്ഞ ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി മോഷൻ ആയിട്ടുള്ള ഗ്രാവിറ്റി ആയിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ട്.
മോഷറിൻ്റെ ഒരു ഗ്രാവിറ്റിയിൽ സെയിം പരിപാടി നമ്മൾ 60 മീറ്റർ പെർ സെക്കൻഡ് ബോൾ മുകളിലോട്ട് കയറി ബോൾ മെല്ലെ നിർത്തും. അതാണ് ഈ ടേണിംഗ് പോയിന്റ്. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ 40 മീറ്റർ പെർ സെക്കൻഡ് ആവുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 സെക്കൻഡ് അല്ല 10 സെക്കൻഡ് ആവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ വെലോസിറ്റി നോക്കണമെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി -10 40 ആണ്. അങ്ങനെയാണ് കൺസെപ്റ്റ്.